നിങ്ങളുടെ ബാഹ്യരൂപം ആകർഷകമാക്കാൻ നിങ്ങൾക്ക് വില കൂടിയ വസ്ത്രങ്ങളും സ്കിൻ കെയർ പ്രൊഡക്ട്സും കോസ്മെറ്റിക് സർജറിയും ഒന്നും തന്നെ ആവശ്യമില്ല. നിങ്ങൾക്ക് പൈസ ചിലവാക്കാതെ തന്നെ നിങ്ങളുടെ ബാഹ്യ സൗന്ദര്യം കൂട്ടാനായി നിങ്ങൾക്ക് ശാരീരികമായ ആകർഷണീയതയുടെ മനഃശാസ്ത്രം മാത്രം അറിഞ്ഞാൽ മതി. ഈ വീഡിയോയിൽ നമ്മൾ അറിയാൻ പോകുന്നതും അതുതന്നെയാണ്. 1. വിയർ ബ്ലാക്ക്. കറുപ്പിന്റെ ഭംഗിയെ വർണ്ണിച്ചുകൊണ്ട് ഒരുപാട് പാട്ടുകൾ ഇറങ്ങിയിട്ടുണ്ട്. കറുത്ത വസ്ത്രം ധരിക്കുമ്പോൾ നമ്മൾ കൂടുതൽ മെലിഞ്ഞ അല്ലെങ്കിൽ ഫിറ്റ്നസ് ഉള്ള ആളാണെന്ന് കാണുന്നവർക്ക് തോന്നും. നിങ്ങൾ ആളുകളോട് ഏറ്റവും ആകർഷകമായ നിറം ഏതാണെന്ന് ചോദിച്ചാൽ ഒരുപാട് പേർ ചുവപ്പ് നിറം പറയും. കാരണം നമ്മുടെ മനസ്സ് ചുവപ്പിനെ പ്രണയവും മറ്റുമായി ബന്ധിപ്പിക്കുന്നു. പക്ഷേ ആഗോളതലത്തിൽ ചിന്തിച്ചാൽ കറുപ്പിനേക്കാൾ ആകർഷകമായ മറ്റൊരു നിറം ഇല്ല എന്നതാണ് സത്യം. 2. ബൈറ്റ് ആൻഡ് സക്ക് ഇൻ യുവർ ചീക്ക്. മുഖസൗന്ദര്യത്തിന്റെ ഒരു പ്രധാന ലക്ഷണം ഷാർപ്പ് ജോ ലൈനും കവിളിലെ എല്ലുകളുമാണ്. ഷാർപ്പ് ജോ ലൈൻ ശരീരത്തിൽ കൊഴുപ്പിന്റെ അംശം അനുപാതത്തിലാണെന്നും നിങ്ങളുടെ കവിളിലെ എല്ലുകൾ മുഖത്തിന്റെ ആകൃതിയെയും മറ്റും എടുത്തു കാണിക്കുന്നു. ഇങ്ങനെയുള്ള താടിയും കവിളും ചേർന്നാൽ മോഡലിന്റെ പോലെ ആകർഷകമായ ഒരു മുഖമുണ്ടാകുന്നു. പക്ഷെ ശരീരത്തിൽ കൊഴുപ്പിന്റെ അളവ് കൂടുകയോ താടിയുടെ വളർച്ച പൂർത്തിയാകാതിരിക്കുകയോ ചെയ്താൽ പോലും കവിൾ കുറച്ച് കടിച്ച് ഉള്ളിലേക്ക് വലിച്ചുകൊണ്ട് ആകർഷകമായ ഒരു മുഖമുണ്ടാക്കാൻ കഴിയും. ഈയൊരു പൊടിക്കൈ മോഡലിംഗ് രംഗത്ത് വളരെയേറെ ഉപയോഗിക്കുന്ന ഒന്നാണ്. പിന്നെ ആകർഷകമായ മുഖമുള്ള മിക്ക ആളുകൾക്കും സ്വാഭാവികമായി തന്നെ അവരുടെ കവിളുകൾ കടിച്ച് ഉള്ളിലേക്ക് വലിക്കുന്ന പ്രവണതയുണ്ടാകും. അതുകൊണ്ട് കവിളുകൾ വീർപ്പിച്ച് പിടിക്കുന്നതും വെറുതെ ഇടുന്നതും ഒഴിവാക്കി അവ ഉള്ളിലേക്ക് പിടിക്കുക. 3. മേവിംഗ്. മേവിംഗ് എന്താണെന്ന് മനസ്സിലാക്കാതെ ഈ ഒരു ശരീരഭാഷ മനസ്സിലാക്കാൻ കഴിയില്ല. മേവിംഗ് എന്ന് വെച്ചാൽ നാക്കുവായുടെ മുകൾ ഭാഗത്തേക്കാക്കി അമർത്തി പിടിക്കുക എന്നാണ്. ഏതെങ്കിലും ആളുകളുടെ മുഖം നല്ല ആകർഷകമായതാണെങ്കിൽ അവരുടെ നാക്ക് മിക്കവാറും സമയവും അവരുടെ വായുടെ മുകൾ ഭാഗത്തായിരിക്കും. നാക്കിന്റെ തുമ്പ് മാത്രമല്ല, നാക്കിന്റെ പിറകിലെ ഭാഗവും ഇവിടെ തന്നെ ആയിരിക്കും. അങ്ങനെ നാക്ക് ചെലുത്തുന്ന ഈ ഒരു സമ്മർദ്ദം കാരണം കാലക്രമേണ നമ്മുടെ തലയോട്ടിയുടെ ആകൃതി മാറുകയും അങ്ങനെ നമ്മുടെ കണ്ണിന്റെയും കവിളിന്റെയും എല്ലാം ആകൃതിയും അതിനനുസരിച്ച് മെച്ചപ്പെടും. ഇനി ഏതെങ്കിലും ആൾ വായ തുറന്നു പിടിച്ച് നാക്ക് വായുടെ അടിഭാഗത്ത് വയ്ക്കുന്ന ശീലമുള്ളവരാണെങ്കിൽ അവരുടെ മുഖം ആകർഷകമല്ലാത്തതും ബലഹീനമായതുമായി തോന്നാം. പകരം നാക്ക് ശരിയായി വെക്കുമ്പോൾ നിങ്ങളുടെ മുഖം ഉള്ളിലേക്ക് ഉയരുകയും അങ്ങനെ കൂടുതൽ ആകർഷകമാവുകയും ചെയ്യും. 4. ഡിസ്പ്ലേ യുവർ സ്ട്രെങ്ത്. പുരുഷന്മാരുടെ കാര്യത്തിൽ അവരുടെ ആകർഷണീയതയുടെ ഒരു പ്രധാന പങ്കും അവരുടെ ശരീരബലമാണ്. കാരണം പുരുഷ ഹോർമോണായ ടെസ്റ്റോസ്റ്റിറോൺ ഉൽപ്പാദിപ്പിക്കുമ്പോൾ അവരുടെ തോളും നെഞ്ചും എല്ലാം വിരിയാൻ തുടങ്ങും. ഒപ്പം അരഭാഗം ചെറുതാവാനും തുടങ്ങും. അങ്ങനെ ആകർഷകമായ ഒരു പുരുഷ ശരീരം വി അല്ലെങ്കിൽ ഡയമണ്ട് ആകൃതിയിൽ കാണപ്പെടുന്നു. അതുകൊണ്ട് ജിമ്മിലോ വീട്ടിലോ ഒക്കെ വ്യായാമം ചെയ്യുമ്പോൾ വിരിവുള്ള നെഞ്ചുണ്ടാവാനുള്ള വ്യായാമങ്ങൾ കൂടുതൽ ചെയ്യുക. ശരീരബലം പോലെ തന്നെ നല്ല മുടിയും പുരുഷന്മാരുടെ ആകർഷണീയതയെ വർദ്ധിപ്പിക്കാൻ സഹായിക്കാറുണ്ട്. ഒരു പുതിയ പഠനമനുസരിച്ച് കഷണ്ടി തീരെയില്ലാത്ത സ്ട്രോങ് ആയ മുടിയുള്ള പുരുഷന്മാർ പ്രായം കുറഞ്ഞവരും കൂടുതൽ സക്സസുകളും കൂടുതൽ അപ്രോച്ചബിളും കൂടുതൽ ആകർഷകത്വം ഉള്ളവരുമായി കണക്കാക്കപ്പെടുന്നു. ഒരു ചെടിക്ക് എങ്ങനെയാണോ അതിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് നൽകിയില്ലെങ്കിൽ അത് നശിച്ചു പോകുന്നത്, അതുപോലെ തന്നെയാണ് നമ്മുടെ മുടിയും. അതിന് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻസ് നൽകിയില്ല എങ്കിൽ മുടി കൊഴിച്ചിൽ ഉണ്ടാവുക സ്വാഭാവികമാണ്. നിങ്ങളും ഈയൊരു പ്രശ്നം നേരിടുന്ന വ്യക്തിയാണെങ്കിൽ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ പോലെ അല്ലെങ്കിൽ മറ്റൊരു ട്രീറ്റ്മെന്റ് ഒക്കെ പോകുന്നതിന് മുൻപായി നമ്മുടെ ആവശ്യമായിട്ടുള്ള വൈറ്റമിൻസ് നൽകി നോക്കുക. അത് പ്രയോജനപ്പെട്ടില്ലെങ്കിൽ മാത്രം മറ്റ് ഓപ്ഷൻസ് പരിഗണിക്കുക. നമ്മുടെ തലമുടിയുടെ ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻസ് ആണ് വിറ്റാമിൻ എ, വൈറ്റമിൻ സി, വൈറ്റമിൻ ഇ, ബയോട്ടിൻ, സിങ്ക് എക്സെട്ര. ഇതൊന്നും നമ്മുടെ തിരക്കേറിയ ഷെഡ്യൂളിൽ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ സാധിക്കാറില്ല. അതുകൊണ്ട് തന്നെയാണ് മാൻ മാസ്റ്ററിന്റെ പുതിയ പ്രൊഡക്റ്റായ ന്യൂറിഷ് ഹെയർ ഗമ്മീസ് ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഇതൊരു മിഠായി പോലെ ഗമ്മീസ് ഫോമാറ്റിലുള്ള ഒരു പ്രൊഡക്റ്റാണ്. ഇത് കഴിച്ചു കഴിഞ്ഞാൽ 100% മുടി കൊഴിച്ചിൽ നിൽക്കുമെന്നൊന്നും ഞാൻ വാഗ്ദാനം നൽകുന്നില്ല. എങ്കിലും ഒരു 2 മാസത്തേക്ക് തുടർച്ചയായി ഇത് ഓരോന്ന് വീതം ഓരോ ദിവസവും കഴിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ നിങ്ങളുടെ മുടി കൊഴിച്ചിലിനെ ഇല്ലാതാക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻസ് ശരീരത്തിന് നൽകാൻ സാധിക്കും. ഇത് കഴിക്കുന്നത് കൊണ്ട് യാതൊരുവിധ ഹെൽത്ത് പ്രോബ്ലംസും ഉണ്ടാകില്ല. കാരണം ഇതിൽ അത്തരത്തിലുള്ള ഇൻഗ്രീഡിയൻസ് ഇല്ല. അതുപോലെ തന്നെ ഇതൊരു ഷുഗർ ഫ്രീ പ്രൊഡക്റ്റ് ആണ്. ട്രീറ്റ്മെന്റ് ചെയ്യുന്നതിന് മുൻപായി നിങ്ങൾ തീർച്ചയായും ഒരു തവണ ഇത് ട്രൈ ചെയ്ത് നോക്കുന്നത് നന്നായിരിക്കും. ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകിയേക്കാം. അതുപോലെ നമ്മുടെ ചാനലിന്റെ കൂപ്പൺ കോഡ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അത് ഉപയോഗിച്ച് പർച്ചേസ് ചെയ്യുന്നവർക്ക് ഒരു നിശ്ചിത ഡിസ്കൗണ്ടും ലഭിക്കുന്നതാണ്. 5. സ്റ്റാൻഡ് വിത്ത് യുവർ ഫീറ്റ് അപ്പാർട്ട്. നമ്മളെ സ്കൂളിൽ അസംബ്ലി ടൈമിൽ നിൽക്കേണ്ട രീതി പഠിപ്പിക്കുമ്പോൾ 2 കാര്യങ്ങളാണ് പറയാറുള്ളത്: സ്റ്റാൻഡേർഡ് ഈസ് ആൻഡ് അറ്റൻഷൻ. സ്റ്റാൻഡേർഡ് ഈസ് എന്ന് വെച്ചാൽ അധികം ബലം ചെലുത്താതെ വിശ്രമാവസ്ഥയിൽ നിൽക്കുക എന്നാണ്. നിങ്ങളപ്പോൾ കൂടുതൽ സന്തുലനമുള്ള അവസ്ഥയിൽ നിങ്ങളുടെ അധികാരം സ്ഥാപിച്ചുകൊണ്ട് നിൽക്കുന്നു എന്നാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. പക്ഷേ അറ്റൻഷൻ എന്നത് കാലുകൾ അടുപ്പിച്ചു വെച്ച് സന്തുലനം കുറഞ്ഞ അവസ്ഥയിലാണ് നിൽക്കുന്നത്. ആർക്കും നിങ്ങളെ അപ്പോൾ എളുപ്പം തട്ടിയിടാൻ പറ്റും. നിങ്ങളുടെ കൈകൾ മുൻപിലേക്ക് വയ്ക്കുമ്പോഴും നിങ്ങൾ നിരായുധരാണ് എന്നും അപകടകാരികളല്ലെന്നുമാണ് സൂചിപ്പിക്കുന്നത്. പക്ഷേ കാലുകൾ അകത്തിവെച്ച് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ശക്തിയും ആത്മവിശ്വാസവും ഉള്ളതായി തോന്നിക്കുന്നു. അതുകൊണ്ട് പുരുഷന്മാർ പ്രത്യേകിച്ചും കാലുകൾ അടുപ്പിച്ചു വെച്ചുകൊണ്ട് നിൽക്കാൻ പാടില്ല. 6. ഷോ ഓഫ് യുവർ ഹിപ്സ്. ഹിപ്സ് ഡോണ്ട് ലൈ എന്ന് ഷക്കീറ പറഞ്ഞത് വളരെ ശരിയാണ്. കാരണം സ്ത്രീകളുടെ കാര്യത്തിൽ ഹിപ്പ് മൂവ്മെന്റ് അഥവാ ഇടുപ്പിന്റെ ചലനം അവരുടെ ആകർഷണീയത 50% വർദ്ധിപ്പിക്കുന്നു. കാരണം നല്ല വികാസമുള്ള ഇടുപ്പല്ല് ശരീരത്തിൽ കൊഴുപ്പിന്റെ അംശം അനുപാതത്തിലാണെന്ന് സൂചിപ്പിക്കുന്നു. അത് സ്ത്രീകളെ സംബന്ധിച്ച് ഒരു കുട്ടിയെ പ്രസവിക്കുക എന്നത് വളരെ അനായാസമാക്കുന്നു. അതുകൊണ്ട് സ്ത്രീകൾ ഹൈ ഹീൽസ് ധരിക്കുകയും വ്യായാമം ചെയ്യുമ്പോൾ
ലോവർ ബോഡി ട്രെയിനിങ് കൂടുതൽ ചെയ്യുകയും ചെയ്യുന്നു. ഒപ്പം അവരുടെ ആകാരവടിവ് എടുത്തു കാണിക്കുന്ന വസ്ത്രങ്ങൾ ധരിക്കുകയും ചെയ്യുന്നു. അവർ ഗ്ലാസ് ബോഡി ഷേപ്പിന്റെ പ്രധാന ഘടകവും ഈ വലിയ ഇടുപ്പാണ്. 7. ബ്രഷ് യുവർ ലിപ്സ്. നമുക്കറിയാം നമ്മുടെ ചർമ്മം എപ്പോഴും സ്വയം പുതിയ കോശങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും എന്ന്. അതുകൊണ്ട് നമ്മുടെ ചർമ്മത്തിന്റെ ആരോഗ്യവും സൗന്ദര്യവും നിലനിർത്താനായി നാം അത് ശരിയായി ഉരച്ചു കഴുകണം. പക്ഷെ നമുക്കറിയാത്ത കാര്യം നമ്മുടെ ചുണ്ടിലെ ഡെഡ് സ്കിൻ സെൽസ് അഥവാ പഴയ കോശങ്ങളും ഇതുപോലെ ഉരച്ചു കളയണം എന്നതാണ്. നമ്മുടെ ചുണ്ട് ഭംഗിയുള്ളതാവുന്നതിനും ഇങ്ങനെ ആഴ്ചയിലൊരിക്കൽ ബ്രഷ് കൊണ്ട് ഉരയ്ക്കുന്നത് സഹായിക്കും. 8. ലുക്ക് അപ്പ് ഓർ അഹെഡ്. നിങ്ങൾ ഷൂസിന്റെ ലൈസ് കെട്ടുകയോ ഫോൺ നോക്കുകയാണെങ്കിൽ പോലും സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാവർക്കും ഒരാൾ താഴെ നോക്കി നിൽക്കുന്നത് ആകർഷകമല്ലാത്ത ഒരു കാര്യമാണ്. കാരണം തലതാഴ്ത്തി വെക്കുക എന്നത് ആത്മവിശ്വാസക്കുറവിന്റെയും ദുഃഖത്തിന്റെയും പ്രതീകമാണ്. ഇങ്ങനെയുള്ള ശരീരഭാഷയുള്ളവർ അവർക്ക് എന്തോ കുറവുണ്ടെന്നും മറ്റുള്ളവരുടെ കണ്ണിൽപ്പെടാതെ രക്ഷപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നവരുടെയും പ്രതീകമാണ്. അതുകൊണ്ട് നിങ്ങൾ പൊതുസ്ഥലത്ത് അല്ലെങ്കിൽ ഒരു പുതിയ റൂമിലേക്ക് കടക്കുമ്പോൾ എപ്പോഴും നിങ്ങളുടെ കണ്ണുകൾ ചുറ്റും ഓടിക്കുക. എന്നിട്ടൊട്ടും പേടിക്കാതെ മുന്നോട്ട് നോക്കി നടക്കുക. 9. ഹാങ് ഔട്ട് വിത്ത് അട്രാക്റ്റീവ് പീപ്പിൾ. സമ്പന്നരായ ആളുകൾക്കൊപ്പം സമയം പങ്കിട്ടാൽ നിങ്ങളും അറിയാതെ തന്നെ അവരുടെ ശീലങ്ങൾ ശീലിക്കുന്നത് പോലെ ദരിദ്രർക്കൊപ്പം നടക്കുമ്പോൾ അവരുടെ ശീലങ്ങൾ അനുകരിക്കുകയും ലഹരിക്ക് അടിമപ്പെട്ട ആളുകൾക്കൊപ്പം കൂട്ടുകൂടുമ്പോൾ അവരെ പോലെ ലഹരി ഒരു ശീലമാക്കുകയും ചെയ്യുന്ന പോലെ ആകർഷകത്വമുള്ള ആളുകൾക്കൊപ്പം സമയം ചിലവിടുമ്പോൾ നിങ്ങളും അതുപോലെ ആകർഷകത ഉള്ളവരായി മാറാൻ തുടങ്ങും. അതുകൊണ്ടാണ് നമ്മൾ ഒരു കൂട്ടം ആളുകളെ ഒന്നിച്ച് കാണുമ്പോൾ അവരുടെ ആകർഷണീയത ശരാശരിയിൽ കൂടുതലായി നമുക്ക് തോന്നുന്നത്. അതുകൊണ്ട് നിങ്ങളും ഇത്തരത്തിൽ സൗന്ദര്യമുള്ള ആളുകൾക്കൊപ്പം നടന്നു തുടങ്ങിയാൽ ഒരുപക്ഷെ മറ്റുള്ളവർ നിങ്ങളെയും സൗന്ദര്യമുള്ളവരായി കരുതാൻ തുടങ്ങും. 10. റിലാക്സ് യുവർ ഐബ്രോസ്. ആകർഷകമായ കണ്ണുകൾ രണ്ട് തരത്തിലുള്ളവയാണ്: ഹണ്ടർ ഐസ് ആൻഡ് റൗണ്ടഡ് ഐസ്. ഹണ്ടർ ഐസ് അതായത് കൂർത്ത കണ്ണുകൾ അധികാരം സൂചിപ്പിക്കുന്നു. റൗണ്ടഡ് ഐസ് അതായത് വിടർന്ന കണ്ണുകൾ യുവത്വത്തെ സൂചിപ്പിക്കുന്നു. ഇങ്ങനെയുള്ള കണ്ണുകൾ നമ്മുടെ തലയോട്ടിയുടെ ആകൃതിയും നാക്ക് പിടിക്കുന്ന രീതിയും അനുസരിച്ച് ഉണ്ടായി വരുന്നതാണ്. പക്ഷെ മിക്കവാറും ആളുകളും കണ്ണുകൾ വിടരുന്നതിനായി വേണ്ടി പുരികം ഉയർത്തിപ്പിടിക്കുന്നു. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ കണ്ണുകളിൽ ആത്മവിശ്വാസമല്ല, മറിച്ച് പേടിയാണ് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് പുരികം അധികം ഉയർത്താൻ ശ്രമിക്കാതെ അത് സ്വാഭാവിക അവസ്ഥയിൽ പിടിക്കുക. 11. മേക്ക് യുവർ ഫേസ് ലുക്ക് സിമെട്രിക്കൽ. ഫേഷ്യൽ സിമെട്രി കൊണ്ട് ഒരാളുടെ ജനസ് എത്ര നല്ലതാണ് എന്ന് പെട്ടെന്ന് തന്നെ പറയാൻ കഴിയും. നിങ്ങളുടെ മുഖത്തിന്റെ ഇരുവശവും സിമെട്രിക്കൽ അതായത് തുല്യമാണ് എങ്കിൽ നിങ്ങളുടെ ആകർഷണീയത കൂടുതലായിരിക്കും. പക്ഷെ നിങ്ങളുടെ മുഖം ഇങ്ങനെയല്ലെങ്കിൽ നിങ്ങൾക്കത് മറച്ചുകൊണ്ട് ആകർഷകമായ മുഖമുണ്ടാക്കാൻ കഴിയും. പുരുഷന്മാർക്ക് അതിനായി താടി വളർത്തുകയും സ്ത്രീകൾക്ക് മേക്കപ്പും കമ്മലും മറ്റും ഉപയോഗിക്കുകയും ചെയ്യാം. ഒപ്പം നിങ്ങളുടെ ഉറങ്ങുന്ന രീതി ശരിയല്ലെങ്കിൽ അതും നിങ്ങളുടെ ഫേഷ്യൽ സിമെട്രിയെ പ്രതികൂലമായി ബാധിക്കും. നിങ്ങൾ കമിഴ്ന്നു കിടന്നുറങ്ങുകയോ ഒരു വശം ചെരിഞ്ഞുറങ്ങുകയോ ചെയ്താൽ മുഖത്തിന്റെ ഒരു ഭാഗം സമാന്തരമാവുകയും മറ്റേ ഭാഗം കനമുള്ളതാവുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഉറങ്ങുന്ന സമയം രണ്ടു വശത്തും ഓരോ തലയണ വെച്ച് കിടക്കുക. അപ്പോൾ നിങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാതെ നേരെ കിടന്നുറങ്ങും. 12. ഡിസ്പ്ലേ എ കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടർ. നിങ്ങൾക്കറിയാമോ റോക്കിന് ഇത്രയും അധികം ആരാധകർ ഉള്ളതിന്റെ കാരണം എന്താണെന്ന്? അല്ലെങ്കിൽ ഷാരൂഖ് ഖാന് എന്തുകൊണ്ടാണ് ഇത്രയും ആരാധകർ ഉള്ളത് എന്ന്? അതിന് കാരണം അവർ ഒരുതരം കോൺട്രാസ്റ്റ് അല്ലെങ്കിൽ വൈരുദ്ധ്യം കാണിക്കുന്നു എന്നതാണ്. റോക്ക് ഇത്രയും ശക്തിശാലിയും വലിയ ശരീരമുള്ള ആളായിട്ട് പോലും എല്ലാവരോടും വളരെ ബഹുമാനപൂർവ്വം എളിമയോടെ ഇടപഴകുന്നു. ഷാരൂഖ് ഖാൻ ഇത്ര വലിയ നടനായിട്ട് പോലും വളരെ എളിമയുള്ള ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ്. അതായത് ഒരാൾ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന കാര്യമല്ലാതെ അതിൽ നിന്നും ഏറെ വ്യത്യസ്തമായ എന്തെങ്കിലും ചെയ്യുക. 13. നെവർ ഗെറ്റ് ഓവർ എക്സൈറ്റഡ് ഇൻ ദ ബിഗിനിങ്. ഇത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേപോലെ ബാധകമായ കാര്യമാണ്. നിങ്ങൾക്ക് ആരോടെങ്കിലും ഒരു ഇഷ്ടം തോന്നിയാൽ നിങ്ങളുടെ മനസ്സിലുള്ളത് ഉടനെ തന്നെ അവരുടെ മുൻപിൽ തുറന്നു കാട്ടരുത്. കാരണം അപ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ ഒരാളുടെ മുൻപിൽ അടിയറവ് വെക്കുന്ന പോലെയാണ്. അത് അവരിൽ നിന്ന് അംഗീകാരം നേടിയെടുക്കാൻ ശ്രമിക്കുന്ന പോലെയാണ്. ഇത്തരത്തിലുള്ള ഒരു സമീപനം അല്ലാതെ പതിയെ പതിയെ അവരുടെ മനസ്സിൽ സ്ഥാനം നേടാനുള്ള ശ്രമം തുടങ്ങണം. അതവർക്ക് പെട്ടെന്ന് മനസ്സിലാവാനും പാടില്ല. അവർക്ക് നിങ്ങൾക്ക് അവരോട് താല്പര്യമുണ്ട് എന്ന ചെറിയ സൂചന മാത്രം നൽകുക. ബാക്കി ജോലി അവർ ചെയ്യട്ടെ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ഇത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പ്രിയപ്പെട്ടവർക്കും ഷെയർ ചെയ്ത് നൽകുക.